إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും വേണ്ട സ്വന്തം നഫ്സിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് പ്രിയപ്പെട്ടവനായിത്തീരുന്നത് വരെ ഒരാളും വിശ്വാസിയാകുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് എങ്ങനെയാണ് ഒരാൾ കാണിക്കേണ്ടത്? അതൊരു സത്യവിശ്വാസി അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒന്നാമതായി ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നത് മുഅ്മിനായൊരു മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ആരാധനക്കർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യപ്പെടുത്താതെ ഒരാളും മുസ്ലിമാകുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നൊരു മുഅ്മിൻ എല്ലാ ദിവസവും അവൻ്റെ നമസ്കാരങ്ങളിലും ബാങ്കിലൂടെയും ആ ബാങ്ക് വിളിക്ക് ഉത്തരം ചെയ്യുന്നതിലൂടെയും അവൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിലുള്ള വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വഅതീഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കൂ എന്ന് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതായി കാണാൻ സാധിക്കും.
രണ്ടാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു മുഅ്മിൻ അവൻ്റെ മഹബ്ബത്ത് കാണിക്കേണ്ടത് ബിതാഅതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ടാണ്. അവിടുത്തെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും അവിടുത്തെ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് വർജിച്ചുകൊണ്ടും ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണമെന്നുള്ളതാണ്. അത് മഹബ്ബത്തിൻ്റെ ഭാഗമാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത്, അടയാളമെന്ന് പറയുന്നത് അയാൾ ആ വ്യക്തിയോട് കാണിക്കുന്ന അനുസരണയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കിയ ശേഷവും അതിനെതിരെ പ്രവർത്തിക്കരുത്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അള്ളാഹുവിൻ്റെ റസൂലിനോട് വിരോധം വെച്ച് പുലർത്തുന്നവർ, അവന് സന്മാർഗം വ്യക്തമായിട്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുകയും ചെയ്തവരാരോ, അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എപ്രകാരമെന്ന് നമുക്ക് കാണിച്ചു തന്നുവോ, ആ മാർഗത്തിൽ നിന്ന് വല്ലവനും വ്യതിചലിച്ചു പോകുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ വഴിതെറ്റിച്ചു കളയും, തിരിച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വനുസ്ലിഹി ജഹന്നം, അവനെ നാം ചെന്നെത്തിക്കുന്നത് നരകാഗ്നിയിലേക്കായിരിക്കും. വസാഅത് മസീറ, അതെത്ര മോശമായ മടക്ക സ്ഥാനമത്രേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ ആര് ധിക്കരിക്കുന്നുവോ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, അവർക്കിതാ നാം താക്കീത് നൽകുന്നു. അൻ തുസീബഹും ഫിത്നത്തുൻ, ഒരു വലിയ പരീക്ഷണം അവർക്ക് വന്നു ഭവിക്കുന്നതിനെ, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നതിന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. മൂന്നാമതായി അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഒരു മുഅ്മിൻ കാണിക്കേണ്ടത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ്. ബിത്തിബാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി സമ്പൂർണമായി അലാ ഹൽ ബല്ലഗ്ത് അല്ലാഹുമ്മ ഫഷ്ഹദ്, അലാ ഹൽ ബല്ലഗ്ത് അല്ലാഹുമ്മ ഫഷ്ഹദ്, അള്ളാഹുവെ നീ സാക്ഷിയാണ്, ഈ ഉമ്മത്തിന് നീ ഏൽപ്പിച്ച റിസാലത്ത് മുഴുവനായും ഞാൻ പകർന്നു കൊടുത്തിരിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചുവെങ്കിൽ, ആ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുധാവനം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഒന്നും പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് അവിടുന്ന് കാണിച്ചു തരാത്തൊരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് രാത്രി ഞാൻ ഇനി ഒരിക്കലും ഉറങ്ങാതെ നമസ്കരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനെയും, വിവാഹം കഴിക്കാതെ ഞാൻ ഇബാദത്തെടുത്ത് ജീവിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനെയും, എൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കുമെന്ന് പറഞ്ഞ മനുഷ്യനെയും അടുത്തു വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, എൻ്റെ ചര്യ ഇപ്രകാരമാണ്, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, നല്ല കാര്യമാണ് ചെയ്തോളൂ എന്നല്ല. മറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചു തന്നൊരു കാര്യമുണ്ട്, നോമ്പെടുക്ക് സുന്നത്ത് നോമ്പുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയുണ്ട്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ വിവാഹം കഴിച്ചത് എൻ്റെ ചര്യയാണ്, വിവാഹം കഴിക്കാതെ ഇബാദത്തെടുക്കുക എന്നുള്ളത് എൻ്റെ ചര്യയല്ല, ഇബാദത്തെടുക്കാൻ വേണ്ടി വിവാഹം ഒഴിവാക്കുക എന്ന് പറയുന്നത് അതെൻ്റെ ചര്യയിൽപ്പെട്ട കാര്യമല്ല. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ ചര്യയിൽ നിന്ന് ആര് എനിക്ക് ആ ചര്യ ആവശ്യമില്ല എന്ന് പറയുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇവിടെയാണ് സഹോദരങ്ങളെ ഇത് വളരെ സുപ്രധാനമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആരും തന്നെ അനുഷ്ഠിച്ചിട്ടില്ലാത്തതായ കാര്യം, സ്വഹാബാക്കളിൽ ഒരാളും തന്നെ അനുഷ്ഠിച്ചിട്ടില്ലാത്തതായ കാര്യം, പ്രവർത്തിച്ചിട്ടില്ലാത്തതായ കാര്യം, അതാണ് ഈ പറയുന്ന മൗലിദാഘോഷം എന്ന് പറയുന്നത്. വേണ്ട ഖുറൂനിൽ മുഫദ്ദലയിൽപ്പെട്ട ആരും തന്നെ പ്രവർത്തിച്ചിട്ടില്ലാത്തതായ കാര്യമാണ് മൗലിദാഘോഷം എന്ന് പറയുന്നത്. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. ആഘോഷിക്കുന്നവരുടെ ഉദ്ദേശം നല്ലതാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അവർ കാണിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർക്ക് അതിരറ്റ സ്നേഹമുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ ആ സ്നേഹം കാണിക്കേണ്ടത് അങ്ങനെയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം അത് കാണിക്കേണ്ടത് എന്നിടത്താണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളൊരു ആഘോഷം ആരുടെയെങ്കിലും ജന്മദിനമോ ആരുടെയെങ്കിലും മരണദിനമോ ആഘോഷിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം പൊന്നുമോൻ മരണപ്പെട്ട വേളയിൽ അന്ന് ഗ്രഹണമുണ്ടായപ്പോൾ ആളുകൾ പറഞ്ഞു ഇബ്രാഹിമിൻ്റെ ദുഃഖത്താൽ ഗ്രഹണമുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് മിമ്പറിലേക്ക് കയറിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞത് അശ്ശംസു വൽ ഖമറു ആയതാനി മിൻ ആയാത്തില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ രണ്ട് ദൃഷ്ടാന്തം മാത്രമാകുന്നു. ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹിമാ, ഒരാളുടെയും മരണം കൊണ്ട് ഒരാളുടെയും ജന്മം കൊണ്ട് സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം സംഭവിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അത് കണ്ടാൽ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന് വിധേയപ്പെട്ട് ഗ്രഹണ നമസ്കാരം നമസ്കരിക്കുകയാണ് വേണ്ടത്. ഇബ്രാഹിമിൻ്റെ മരണം കൊണ്ടല്ല, ഒരാളുടെയും മരണം കൊണ്ട് ഗ്രഹണം സംഭവിക്കുകയില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിൻ്റെ ചര്യയെ ജീവിതത്തിൽ അനുധാവനം ചെയ്യണം, ഇത്തിബാ ചെയ്യണം, ഇബ്തിദാ ചെയ്യാൻ പാടില്ല. ബിദ്അത്തുകൾ അനുഷ്ഠിച്ചാൽ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. ആ വഴികേടുകൾ നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് നരകാഗ്നിയിലേക്കായിരിക്കുമെന്നുള്ളത് നമ്മൾ കരുതേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ പിൻപറ്റുമ്പോൾ ആ ചര്യയിൽ കാണാത്ത, മതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യം നമ്മൾ അനുസരിക്കാനോ നമ്മൾ ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം അസ്സലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാമം കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമുൽ ജുമുഅ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം അത് ജുമുഅയുടെ ദിവസമാണ്. അത് ജുമുഅയുടെ ദിവസമാണ്. ഫഅക്സിറു ഫീഹി അലയ്യ മിനസ്സലാഹ്, ആ ജുമുഅയുടെ ദിവസത്തിൽ നിങ്ങൾ ധാരാളമായി എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന സ്വലാതകും മഅറൂദത്തുൻ അലയ്യ, കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ള ആളുകൾ ചെയ്യാനായി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ധാരാളമായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ, അള്ളാഹുവും അവൻ്റെ മലായികത്തും, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറയുന്നത് അവൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതാണ്. അതുപോലെ തന്നെ മലായികത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുകയെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹബത്തുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പെടുക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ദാക യൗമുൻ വുലിദ്തു ഫീഹി, അല്ലേ, തിങ്കളാഴ്ച ദിവസം
റബീഉൽ അവ്വൽ 12 വന്നപ്പോഴും പായസമുണ്ടാക്കി അത് കുടിക്കുക എന്നുള്ളതായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, മറിച്ച് ആ ദിവസം നോമ്പെടുക്കുന്നതായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക യൗമുൻ ഉലിദ്തു ഫീഹി, ഞാൻ ജനിച്ച ഒരു ദിവസമാണ് അത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴും ആളുകൾ പല വിഷയങ്ങളെയും സമീപിക്കുക വൈകാരികമായിട്ടായിരിക്കും. അവർ പിന്തുടർന്നു വരുന്ന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇതൊക്കെ നോക്കിയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ നിങ്ങൾക്കൊരു മാർഗം വിട്ടേച്ചു പോകുകയാണ്. തറക്തുക്കും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. നിങ്ങൾക്ക് പകലിനെ പോലെ വെളിച്ചമുള്ള ഒരു മാർഗം വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. അതിൽ നിന്ന് പിഴച്ചവനല്ലാതെ നശിച്ചവനല്ലാതെ വ്യതിചലിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ ഇൻ തമസക്തും ബിഹിമാ, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വിട്ടേച്ചു പോകുന്നു. അത് മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോകുകയില്ല. കിതാബ് അല്ലാഹ് വസുന്നതി, അത് അള്ളാഹുവിൻ്റെ കിതാബും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇന്ന് നമ്മളോടൊപ്പമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിൻ്റെ റസൂൽ തന്നിഷ്ടമനുസരിച്ച് സംസാരിക്കുകയില്ല, വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ല രൂപത്തിൽ നമുക്ക് ആഘോഷിക്കാമായിരുന്നു. സന്തോഷത്തോടുകൂടി മറ്റെങ്ങും ആഘോഷിക്കപ്പെടാത്ത വിധത്തിൽ നമുക്ക് ആഘോഷിക്കാമായിരുന്നു. അവിടെയുള്ള വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒരു ആഘോഷം പഠിപ്പിച്ചില്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇതൊരു വൈരാഗ്യത്തിൻ്റെയോ പകയുടെയോ പരസ്പരമുള്ള അഭിപ്രായ ഭിന്നതയുടെയോ വിഷയമല്ല, മറിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വിഷയമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.